പുനർനിർമ്മാണത്തിലിരിക്കുന്ന വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണയുടെ രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു. മഴ കനത്തതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സ്ലാബിന്റെ അടിയിലേക്ക് മണ്ണ് കുത്തിക്കേറി വെള്ളം കയറിയിട്ട് കുത്തിയൊലിച്ചിട്ട് പോയിട്ടാണ് ഇപ്പോൾ സ്ലാബുകളൊക്കെ വീണത്. ഇന്നലത്തെ മാതിരിയല്ല, അന്നേക്ക് സ്ലാബ് വീണ്ടും മുറിഞ്ഞിരിക്കണോ, ഇനി മുറിയാൻ കിടക്കണോ, സ്ലാബുകളൊക്കെ താണുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്താ ഈ കണക്കിലുണ്ടാവുകയെന്നും പറയാൻ പറ്റില്ല. സ്റ്റേഷൻ്റെ അതിലുള്ള അമ്പലമൊക്കെ ഈ കണക്കിന് പോകുന്നുള്ളതാണ് തോന്നുന്നത്. അത് വെള്ളം കുത്തിയൊലിച്ച് പോവും, കാരണം ഒക്കെ മണൽത്തിട്ടാണ്, അല്ലാതെ ഉറച്ച മണ്ണുള്ളതൊന്നുമല്ല. ഇതൊക്കെയാണ് ഇപ്പോൾ കാരണങ്ങളുള്ളത്. അപ്പോൾ പണിയുടെ അനാസ്ഥയാണ്. പണി ആദ്യം ചെയ്യേണ്ടവർക്കില്ല എല്ലാവരും ചെയ്തത്, അവസാനം കൊണ്ട് ചെയ്തു. അതുകൊണ്ട് പറ്റിയത്. അപ്പോഴേക്കും മഴയും വന്നു, കാലവർഷം വന്ന് പിടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിലായി. 30 മീറ്റർ നീളമുള്ള സംരക്ഷണ ഭിത്തി ഇതോടെ അടർന്നു നിൽക്കുന്ന സ്ഥിതിയാണ്. തകർന്ന ഭാഗം പുഴയിലേക്ക് താഴുകയും ചെയ്ത നിലയിലാണ്. ഒരു സംരക്ഷണ ഭിത്തിക്ക് 30 ലക്ഷം രൂപയുടെ നിർമ്മാണ ചെലവ് വന്നതായി അധികൃതർ പറഞ്ഞു. പുഴയിലെ ശക്തിയായ ഒഴുക്കു കാരണം മണ്ണ് കുത്തിയൊലിച്ചു പോയതാണ് സംരക്ഷണ ഭിത്തി താഴുന്നതിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. നേരത്തെ നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കെ മറ്റൊരു സംരക്ഷണ ഭിത്തി പൂർണ്ണമായും വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണിരുന്നു. ഇതോടെ ഇതുവഴിയാണ് പുഴയിലെ നീരൊഴുക്ക്. ഇതാണ് രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകരാൻ കാരണം. 30 മീറ്റർ നീളത്തിൽ 13 സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നത്. ഇതിൽ 12 എണ്ണവും പൂർത്തിയാക്കിയിരുന്നു. അവസാന ഭിത്തി നിർമ്മിക്കാനുള്ള പണികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു പുഴയിൽ വെള്ളം നിറഞ്ഞത്. ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തുകയായിരുന്നു. ജലസേചന വകുപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് നിർമ്മാണം. CCN ഒറ്റപ്പാലം.